അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅഫ്ളലുസ് സ്വലാത്തി വഅതമ്മുത് തസ്ലീമി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആറാമത്തെ ദിനമാണിന്ന്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് തുടർച്ചയായ ഒരു ക്ലാസ് ആയതുകൊണ്ട് ഓർഡറിൽ തന്നെ ക്ലാസ് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്കിൽ മാത്രമേ ചരിത്രത്തിലെ തുടർച്ച നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവും കുടുംബജീവിതവുമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. വൈവാഹിക ജീവിതം എപ്രകാരമായിരിക്കണമെന്നും ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കാം. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളുടെ ഉറവിടം വൈവാഹിക ജീവിതത്തിന്റെ താളപ്പിഴകളാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും വൈവാഹിക ജീവിതം ഊഷ്മളമാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെയും അവസരങ്ങളാകും. നീറുന്ന പ്രശ്നങ്ങളിൽ ഹൃദയം വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിപ്പിക്കേണ്ടവരാണ് പാരസ്പര്യത്തിലൂന്നിയ ഇണകൾ. ഓരോ വ്യക്തിയുടെയും വൈവാഹിക ജീവിതം കുറ്റമറ്റതാകേണ്ടതുണ്ട്. സൂചിപ്പിക്കപ്പെട്ട പോലെ വൈവാഹിക ജീവിതം ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിക്കുന്നതാകണമെങ്കിൽ ഇണകൾ പരസ്പരം അടിസ്ഥാനപരമായി പാലിക്കേണ്ട മര്യാദകൾ മനസ്സിലാക്കണം. ലോകാവസാനം വരെ ജീവിക്കുന്ന സകല മനുഷ്യർക്കും മാതൃകയായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതം എപ്രകാരമായിരിക്കണമെന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. വൈവാഹിക ജീവിതത്തിന് ഉദാത്ത മാതൃകയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ജീവിതം. വിവാഹത്തിലൂടെ ഭൂമിയിൽ പരസ്പരം അകന്നു ജീവിച്ച രണ്ട് ബിന്ദുക്കൾ ഒന്നാവുകയാണ്. അത് എല്ലാത്തിനുമപ്പുറം റൂഹിയായ ഒരു ബന്ധമാണ്. അല്ലെങ്കിൽ അത് റൂഹിയായ ബന്ധമാകണം. പ്രവാചക ജീവിതത്തിലെ അനിതര സാധാരണമായിട്ടുള്ള ഒരു സംഭവം വിവരിക്കാം. ഒരു വ്യക്തിയോട് 10 മിനിറ്റ് കഴിഞ്ഞാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം? ഒന്നുകിൽ അദ്ദേഹം ഖുർആൻ ഓതും, അല്ലെങ്കിൽ നിസ്കരിച്ചു കൊണ്ടേയിരിക്കും, സുജൂദിലായി അള്ളാഹുവിനെ കാണാമല്ലോ, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അപ്പോഴും മലക്കുകളോട് മരണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കാരണം ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതിനേക്കാൾ ആശ്വാസം നൽകുന്ന മറ്റൊന്നുമില്ലായിരുന്നു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. തന്റെ പ്രിയതമയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് യാത്രയാവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, എല്ലാ അർത്ഥത്തിലും സൽഗുണ സമ്പന്നനായ വ്യക്തിത്വമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യുത്സാഹിയായ യുവാവ്, എന്നാൽ എല്ലാത്തിലും മിതത്വം ദീക്ഷിക്കും. ദാരിദ്ര്യമായിരുന്നുവെങ്കിലും കയ്യയച്ച് സഹായിക്കും. എഴുത്തും വായനയും അറിയില്ലെങ്കിലും ബുദ്ധിമാനും സത്യസന്ധനുമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണാൻ ഭംഗിയുള്ള ശരീര സൗന്ദര്യം, ഗാംഭീര്യം സ്ഫുരിക്കുന്ന ആകാര സൗഷ്ഠവം, ഇതൊക്കെ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ആകർഷിച്ചിരിക്കണം. തന്റെ കച്ചവടം മുതൽ വ്യവഹാരം നടത്താനായി ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട ചരക്കുമായി ഷാമിലേക്ക് പോയി. കച്ചവടം നടത്തി നല്ല ലാഭവുമായി മദീനയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഒരു വ്യക്തിയോട് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തിയാൽ അവരുടെ സത്യസന്ധതയും പക്വതയും കൃത്യതയും മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയോട് സാമ്പത്തിക വ്യവഹാരം നടത്തുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം യാത്ര ചെയ്യുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഷാമിലേക്കുള്ള യാത്രയിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടിമയും കൂടെ ഉണ്ടായിരുന്നു. മൈസറ എന്നായിരുന്നു ആ അടിമയുടെ പേര്. ആ യാത്രയിലെ പ്രവാചകരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ മൈസറക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി പ്രവാചകരെ കുറിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് വാചാലമായി സംസാരിച്ചു. പ്രവാചകരോടുള്ള സാമ്പത്തിക വ്യവഹാരമാവട്ടെ ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്നെ നേരിട്ട് നടത്തുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചകർക്കും പരസ്പരം ഉള്ളറിയാനുള്ള സാഹചര്യം പല സന്ദർഭങ്ങളിലായി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും മാന്യതയും കുലീനതയും പക്വതയും ഖദീജ റളിയല്ലാഹു തആല അൻഹ കൃത്യമായി മനസ്സിലാക്കി. തിരിച്ചും ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മാന്യതയും പക്വതയും കുലീനതയും പ്രവാചകർക്കും ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. ചരിത്രത്തിലെ പാഠങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം ഖദീജ റളിയല്ലാഹു തആല അൻഹ അസാധാരണാം വിധം ബുദ്ധിമതിയും കാര്യങ്ങളെ അപഗ്രഥിച്ച് ശരിയായ നിഗമനത്തിലെത്താൻ ശേഷിയുമുള്ള വ്യക്തിത്വമായിരുന്നു. ഏതായാലും പ്രവാചകരെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ മുട്ടിട്ടു. അവർ അത് നുഫൈസ ബിൻത് മുനബ്ബ എന്ന സ്ത്രീ മുഖേന പ്രവാചകരെ അറിയിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ബോധ്യപ്പെട്ട സ്വഭാവ വൈശിഷ്ട്യത്തോടൊപ്പം ഭാവിയിലെ നബിയാണിതെന്ന് സ്വാഭാവികമായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഊഹിച്ചിരിക്കണം. കാരണം ഖദീജ റളിയല്ലാഹു തആല അൻഹയും കൂട്ടുകാരികളും ഒരു ആഘോഷവേളയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു ജൂതൻ വന്ന് പറഞ്ഞു, ലഖദ് ഇഖ്തറബ മബ്അതു നബിയ്യിൻ ഫയകൂന മൻ ഇസ്തതാഅ മിൻകുന്ന അൻ തകൂന ഫിറാശൻ ലഹു ഫൽയകുൻ. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ വരാൻ അടുത്തിരിക്കുന്നു. നിങ്ങളിൽ ആർക്കാണോ അവരുടെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ അത് നിർവഹിക്കണം. ഹദീസിന്റെ തുടർന്നുള്ള വരികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴെല്ലാവരും അദ്ദേഹത്തെ ചീത്ത വിളിച്ചു. എന്നാൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ മിണ്ടാതിരിക്കുകയായിരുന്നു. മറ്റൊരു സംഭവം കൂടി വിവരിക്കാം. സമാനമായ മറ്റൊരു സംഭവം കൂടി വിവരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടിമയായിരുന്ന മൈസറയും അവരിരുവരും യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു പുരോഹിതൻ വന്ന് മൈസറയോട് ചോദിച്ചു, ആരാണിത്? മൈസർ അതിന് മറുപടി പറഞ്ഞു, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ്, മക്കയിൽ നിന്നാണ് വരുന്നത്. മൈസർ പറഞ്ഞ മറുപടി ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ജൂത പുരോഹിതൻ മൈസറയോട് പറഞ്ഞു, ഇൻ ഹാദിഹി ഷജറ ലാ യജ്ലിസു തഹ്തഹ ഇല്ലൽ അംബിയാ. ഇവിടെ പ്രവാചകർ മാത്രമാണ് ഈ മരത്തിന് ചുവട്ടിലിരിക്കുക, അല്ലാത്തവരൊന്നും ഈ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയില്ല. അവർക്ക് ചില അടയാളങ്ങളിൽ നിന്ന് മനസ്സിലായി കാണണം, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലായി കാണണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സമാനമായ പല സംഭവങ്ങളും നാം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി അവർക്ക് അങ്ങനെ മനസ്സിലായി കാണാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രവാചകരോടുള്ള താല്പര്യം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ മുട്ടിട്ടു. ഇരുവരുടെയും കുടുംബം അംഗീകരിക്കുകയും അത് പ്രകാരം വിവാഹത്തിന് ഇരുവരും സന്നദ്ധരാവുകയും ചെയ്തു. വിവാഹത്തിന്റെ വേദിയൊരുങ്ങി. ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് 40 വയസ്സും പ്രവാചകർക്ക് 20 വയസ്സുമുള്ളപ്പോഴാണ് അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. മക്കയിലെ വലിയ സമ്പത്തിനുടമയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. അവർ വിധവയായിരുന്നു. ആദ്യ ഭർത്താവ് തൈം ഗോത്രക്കാരനായ അബൂഹാലയായിരുന്നു. ഈ ദാമ്പത്യത്തിൽ ഒരു മകൻ പിറന്നിരുന്നു. ആ മകന്റെ പേര് ഹിന്ദ് എന്നായിരുന്നു. വിധവയായപ്പോൾ അവർ മഖ്സൂമി ഗോത്രക്കാരനായ അതീഖ് ബിൻ ആയിദിനെ രണ്ടാമതായി വിവാഹം കഴിച്ചു. ഈ ബന്ധത്തിലും ഒരു പെൺകുഞ്ഞ് പിറന്നു. ആ പെൺകുട്ടിയുടെയും പേര് ഹിന്ദ് എന്ന് തന്നെയായിരുന്നു. പണക്കാരിയും സുന്ദരിയുമായ ഖദീജ റളിയല്ലാഹു തആല അൻഹ 2 ഭർത്താക്കന്മാരും മരിച്ചതിനു ശേഷം തൻ്റെ മക്കളെ പരിപാലിച്ചും തൻ്റെതായ കച്ചവടം ചെയ്തും കഴിഞ്ഞു വരികയായിരുന്നു. 2ാം ഭർത്താവ് മരണപ്പെട്ടതോടെ പിന്നീടുള്ള എല്ലാ വിവാഹാലോചനകളും ഖദീജ റളിയല്ലാഹു തആല അൻഹ വേണ്ടെന്ന് വെക്കുകയുമായിരുന്നു. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യവും നേതൃഗുണവും സത്യസന്ധതയും പക്വതയും കുലീനതയും ഒക്കെ മനസ്സിലാക്കിയ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ 2ാമതും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട
ഖുതുബ നിർവഹിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായിരുന്ന അബൂ താലിബ് ആയിരുന്നു. ഞാൻ ഈ ചരിത്രത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിനിടയിലൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം കൂടി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. കാരണം 30 ദിവസം കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ 63 വർഷക്കാലത്തെ ജീവിതം നമുക്ക് വിവരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എളാപ്പയായിരുന്ന അബൂ താലിബ് ഖുതുബ നിർവഹിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാരംഭമായ പ്രാർത്ഥനകൾക്ക് ശേഷം അബൂ താലിബ് പറഞ്ഞ ചില ശ്രദ്ധേയമായ വരികളുണ്ട്. സുമ്മ ഇന്ന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ മൻ ലാ യൂസനു ബിഹി ഫതൻ മിൻ ഖുറൈശിൻ ഇല്ലാ റജഹ അലൈഹി ബിർറൻ വഫളൻ വകറമൻ വഅഖലൻ. ഖുറൈശി ഗോത്രത്തിലെ ഏത് യുവാക്കളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിലും അവരിൽ ഏറ്റവും മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയാണ്. പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു അവർക്കൊക്കെയും. അതിനുശേഷം അബൂ താലിബ് പറയുന്ന മറ്റൊരു വാചകവും ശ്രദ്ധേയമാണ്. വഇൻ കാന ഫിൽ മാലി ഖുല്ലുൻ ഫഇന്നൽ മാല ളില്ലുൻ സായിലു. പ്രവാചകർക്ക് പണം അല്പം കുറവായേക്കാം, എന്നാൽ പണം നീങ്ങുന്ന നിഴൽ മാത്രമാണ്. പണം എന്നത് മഹത്വത്തിന്റെ മാനദണ്ഡമായി ഒരിക്കലും പരിഗണിക്കരുത്. അത് നീങ്ങുന്ന നിഴൽ മാത്രമാണ്. ഒരു മനുഷ്യന്റെ തന്റേടവും വ്യക്തിമഹാത്മ്യവും ബുദ്ധിയും കുലീനതയും പക്വതയുമാണ് മഹത്വത്തിന്റെ അളവുകോലായി സ്വീകരിക്കേണ്ടത്. വിവാഹവുമായി ബന്ധപ്പെട്ട പല വിശദാംശങ്ങളും പല ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ സാധിക്കും. മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടന്നു. പരസ്പരം അറിഞ്ഞും പങ്കുവെച്ചും അവരുടെ ഊഷ്മളമായ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയി. ഈ ദാമ്പത്യ വല്ലരിയിൽ 10 വർഷത്തിനിടെ 6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട്. അവരിൽ 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമായിരുന്നു. ആൺകുട്ടികളുടെ പേരുകൾ അബ്ദുള്ള, ഖാസിം എന്നിങ്ങനെയായിരുന്നു. അവർ ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്കുത്തരം നൽകി മരണപ്പെടുന്നുണ്ട്. 4 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. സൈനബ്, റുഖിയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇവരൊക്കെയായിരുന്നു പെൺകുട്ടികൾ. ഇവരെല്ലാവരും വലുതാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും പ്രവാചകർക്ക് ആശ്വാസമേകിയത് ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. വൈവാഹിക ജീവിതം സംവിധാനിച്ചത് തന്നെ പരസ്പരം ആശ്വാസമേകാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ഈ സൂക്തത്തിൽ പറയുന്നത് പ്രകാരം ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന് സമാധാനവും ആശ്വാസവും പകർന്നു നൽകേണ്ടവളാണ് ഭാര്യ. ഖുർആൻ പ്രയോഗിച്ച പദം തന്നെ സുക്കൂൻ എന്നതാണ്. അതിനർത്ഥം ശാന്തി എന്നാണ്. മറ്റൊരു സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. ഈ സൂക്തത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സുക്കൂൻ എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ സൂക്തങ്ങൾ പറയുന്നത് വൈവാഹിക ജീവിതം സംവിധാനിച്ചത് തന്നെ പരസ്പരം ആശ്വാസമേകാൻ വേണ്ടിയാണ്. ഭാര്യയ്ക്ക് ഭർത്താവ് താങ്ങാവണം, ഭർത്താവിന് ഭാര്യ ആശ്വാസം പകർന്നേകുന്ന രാജ്ഞിയുമാവണം. ജീവിത സന്ധാരണത്തിനായി ഭർത്താവ് കഷ്ടപ്പെടുകയും ഭാര്യ പൂർണ്ണ സപ്പോർട്ടുമായി കൂടെ നിൽക്കുകയും ചെയ്യണം. ഇതാണ് ഖുർആനിന്റെ താല്പര്യം. അള്ളാഹു തന്നെ പറയുന്നത് കാണുക, ഫഖുൽനാ യാ ആദം ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ. അള്ളാഹു പറയുകയാണ്, ആദമേ, നിശ്ചയം ഇവൻ അഥവാ പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അതിനാൽ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ ഇരുവരെയും അവൻ ബഹിഷ്കരിക്കാതിരിക്കട്ടെ. അതുണ്ടായാൽ താങ്കൾ പ്രയാസപ്പെടും. ഇവിടെ നിങ്ങളെ ഇരുവരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതിന് ശേഷം താങ്കൾ പ്രയാസം അനുഭവിക്കുമെന്നാണ് പറയുന്നത്. പ്രയാസം അനുഭവിക്കുന്നത് പറഞ്ഞത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മാത്രമാണ്. ഈ സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പല മുഫസ്സിറുകളും പറയുന്നത് ജീവിതത്തിന്റെ പ്രാരാബ്ധം ഏറ്റെടുക്കേണ്ടത് പുരുഷനാണ്. ജീവിത സന്ധാരണത്തിനായി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടത് പുരുഷനാണ്. താങ്ങും തണലുമായി നിൽക്കലാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്വം. അങ്ങനെയാണ് സാരസമ്പൂർണവും സമ്പുഷ്ടവുമായ കുടുംബം രൂപപ്പെടുന്നത്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
പ്രയാസ സന്ദർഭങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ താങ്ങും തണലുമായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. ആദ്യമായി വഹി ഇറങ്ങിയ സന്ദർഭത്തിൽ പ്രവാചകർക്ക് ആത്മമിത്രങ്ങളായ നിരവധി സുഹൃത്തുക്കളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അല്ലെങ്കിൽ തന്നെ തന്റെ എളാപ്പയായ അബൂ താലിബിനെ പോലെ ഇവരൊക്കെ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തപിക്കുന്ന ഹൃദയവുമായി ഓടി വന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്കാണ്. പ്രവാചകർക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സാമീപ്യമാണ്. ബുദ്ധിമതിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. ദിവ്യബോധനം ഇറങ്ങുന്ന സന്ദർഭത്തിൽ, അഥവാ വഹി ഇറങ്ങുന്നു എന്ന വാർത്ത കേട്ട ഉടനെ പ്രവാചകരെയും കൂട്ടി ഖദീജ റളിയല്ലാഹു തആല അൻഹ നേരെ പോയത് വർഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്കായിരുന്നു. വർഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ കാര്യവും മറ്റും അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. വഹി ഇറങ്ങുന്ന ഹദീസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വിശദമായി പഠിക്കാം. ഇവിടെ ഞാൻ ആ വിഷയം കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യങ്ങളെ അപഗ്രഥിച്ച് വാസ്തവം തിരിച്ചറിയാനുള്ള അപാരമായ കഴിവാണ് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതച്ചു വന്ന സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു വാചകമുണ്ട്, അബ്ശിർ യബ്നൽ ആം വസ്ബുത് ഫവല്ലദി നഫ്സു ഖദീജ ബിയദിഹി ഇന്നി ലഅർജു അൻ തകൂന നബിയ ഹാദിഹിൽ ഉമ്മ. സന്തോഷവാനായിരിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, സന്തോഷവാനായിരിക്കൂ, താങ്കൾ ഈ സമൂഹത്തിന്റെ പ്രവാചകനാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. ആദ്യമായി പ്രവാചകരിൽ വിശ്വസിച്ചതും പ്രബലമായ ഹദീസ് പ്രകാരം ഖദീജ റളിയല്ലാഹു തആല തന്നെയാണ്. ഭയക്കുകയും വിറക്കുകയും ചെയ്യുന്ന പ്രവാചകരോട് ഖദീജ റളിയല്ലാഹു തആല അൻഹ ആശ്വസിപ്പിച്ച് വീണ്ടും പറയുന്നു, ഫഖാലത് ലഹു കല്ല അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ. ഇങ്ങനെ തുടങ്ങുന്ന ആ ഒരു ഹദീസ് ഞാൻ മുഴുവനായും സമയ പരിമിതി കാരണം വായിക്കുന്നില്ല. ആ ഹദീസിന്റെ ഭാഷാന്തരം എങ്ങനെയാണ്? ഹദീസ് പറയുന്നത് ഇപ്രകാരമാണ്: താങ്കൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, അള്ളാഹു താങ്കളെ പിശാചിന് വിട്ടു നൽകുകയില്ല, അള്ളാഹു താങ്കളെ സഹായിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം താങ്കൾ അയൽവാസിയെ സഹായിക്കുന്നു, കുടുംബത്തെ നല്ല നിലക്ക് പരിപാലിക്കുന്നു, വളരെ സത്യസന്ധമായ ജീവിത വിഭവങ്ങൾ സമ്പാദിക്കുന്നു, മറ്റുള്ളവരെ സൽപാന്താവിലേക്ക് നയിക്കുന്നു, അനാഥകൾക്ക് അഭയമേകുന്നു, സത്യം മാത്രം പറയുന്നു, വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കളിൽ കൃത്രിമത്വം നടത്തുന്നില്ല, അഗതികൾക്ക് താങ്കൾ തുണയാകുന്നു, ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും താങ്കൾ സഹായിക്കാം, താങ്കൾ എല്ലാവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കും. ഇങ്ങനെ നല്ല വാചകങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ സുക്കൂനാവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രവാചകർക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹ വല്ലാതെ പ്രിയപ്പെട്ടവരായതും. മക്ക ജയിച്ചടക്കിയ സന്ദർഭത്തിൽ താങ്കൾക്കൊരു വീട് വെച്ച് തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിരുന്നു. സുബൂലി ഖൈമ ഇൻദ ഖബ്രി ഖദീജ റളിയല്ലാഹു തആല അൻഹ. എനിക്ക് വീടൊന്നും വേണ്ട, മറിച്ച് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിനരികെ ഒരു കൂടാരം പണിത് തന്നാൽ മതി എന്നാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. കാരണം ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നിദാനമാകുന്ന ഈ വിജയത്തിന് കാരണം ആ ഖബറിൽ കിടക്കുന്ന തന്റെ പ്രിയതമയാണെന്ന സത്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ അറിയിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ റളിയല്ലാഹു തആല അൻഹയും പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള അതുപോലെയുള്ള ഒരു വൈവാഹിക ജീവിതം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതും കേട്ടതൊക്കെ നാഥൻ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.